അയ്യോ എന്റെ മോൻ തപസ്സിലാണല്ലേ. ഞാൻ ആഗ്രഹിച്ചതൊക്കെ കിട്ടാമോണല്ലോ ദേവി. ഒന്ന് മിണ്ടാതിരിക്കെ പറഞ്ഞിരിക്കെ. കാലക്കേയാ ചോദിക്കേച്ചി ചോദിക്കേ ചേച്ചി. നിങ്ങളുടെ ആഗ്രഹം എന്താന്ന് എനിക്കറിയാം. നിങ്ങളുടെ മനസ്സിൽ വിചാരിച്ചത് കൺമുൻപിൽ വരും. പറ്റിയ എടുത്തോ. എന്റെ ദേവി, അയ്യോ സ്വർണ്ണം അയ്യോ മുഴുവൻ സ്വർണ്ണവും പണമാണ്. വിശ്വസിക്കാനേ കഴിയുന്നില്ലല്ലോ എന്റെ ദേവി. ഞാൻ കുറച്ചെടുത്തോട്ടെ. അയ്യോ പണമെല്ലാം പോയല്ലോ. കാണിക്കുന്ന സ്വപ്നം കണ്ട പോലെ എല്ലാം പോയല്ലോ. ഞാൻ ചെയ്ത തെറ്റിന്റെ ഫലം ഇതാണമ്മേ. ആഗ്രഹിച്ച കൺമുന്നിൽ വരും എന്നല്ലാതെ കയ്യിൽ വരില്ല. കാണാം, പക്ഷെ ഉപയോഗിക്കാൻ കഴിയില്ല. പിന്നെ എന്തിനാണ് നീ ഈ തപസ്സെല്ലാം ചെയ്തോണ്ടിരിക്കുന്നത്? അത് തന്നെ, ചോറ് കണ്ടാ വിശപ്പ് മാറുവോ? കഴിച്ചാലല്ലേ മാറുള്ളൂ. നമ്മൾ കണ്ട സ്വപ്നത്തിന് ബലമില്ലേ? എന്തുകൊണ്ടില്ല? 9 നക്ഷത്രത്തിൽ പറഞ്ഞ കുഞ്ഞുങ്ങളെ ബലി കൊടുത്താൽ നമ്മൾ കണ്ട സ്വപ്നങ്ങളൊക്കെ യാഥാർത്ഥ്യമാവും. ഒന്നല്ല, 9 നക്ഷത്രത്തിലെ കുഞ്ഞുങ്ങൾ അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി, മകയിരം, ചിത്തിര, തിരുവോണം, അവിട്ടം, വിശാഖം, ഈ 9 നക്ഷത്രത്തിൽ പറഞ്ഞ കുഞ്ഞുങ്ങളെ ബലി കൊടുത്താൽ എല്ലാം കൈക്കുള്ളിൽ വരും, എല്ലാം ലഭിക്കും. അങ്ങനെയാണോടാ? എന്റെ സ്വപ്നം യാഥാർത്ഥ്യമാവാൻ ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും. ഇതൊക്കെ പൂന്തോട്ടത്തിൽ പൂ പറിക്കുന്ന പോലെ സാധാരണ കാര്യമല്ല, തീയില് കൈവെക്കുന്ന പോലെ ആപത്തായ കാര്യമാണ്. ചെറിയ തെറ്റ് സംഭവിച്ചാൽ എന്റെ തല തന്നെ ഇല്ലാതാവും. 9 നക്ഷത്രത്തിലെ കുഞ്ഞുങ്ങളും ഒരുമിച്ച് ഒരു സ്ഥലത്ത് കിട്ടണം. എന്താ കിട്ടൂലേ? നോക്കി ഇതിനു മുന്നേ നിന്നെ ഇവിടെ കണ്ടിട്ടില്ലല്ലോ. നീ ആരാ? ഞാൻ നാഗിനി. ശരി, ഇവിടെ എന്താ ചെയ്യുന്നേ? എന്നെ എല്ലാവരും ഓടിച്ചു വിട്ടതാ. വഴി അറിയാതെ ഇവിടെ വന്നു. എനിക്ക് എവിടെ പോണെന്ന് അറിയില്ല. ഞാൻ നിന്നെ നോക്കാം. എന്റെ കൂടെ വീട്ടിലേക്ക് വരുന്നുണ്ടോ? ശരി, വാ. ആരാ മോളെ ഇത്? അറിയില്ല അച്ഛാ. ആരെങ്കിലും വരുമ്പോ പൊക്കോട്ടേന്ന് കരുതി അങ്ങനെ വിളിച്ചോണ്ട് വന്ന അച്ഛാ. ആ, നല്ല കാര്യം ചെയ്തേ. പാവ ഇവിടെ നിന്നോട്ടെ. ചിലപ്പോ ഈശ്വരനായിട്ട് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നായിരിക്കും. നീ എന്തെങ്കിലും കഴിച്ചോ മോളെ? ബിസ്ക്കറ്റോ മറ്റോ? അച്ഛനല്ലേ ചോദിക്കുന്നേ, കുറച്ച് പാലെങ്കിലും കുടിക്കേ. ഞാൻ അവൾക്ക് പാല് കൊണ്ടുവരാ അച്ഛാ. ശരി മോളെ. ഇതാ പാല്, ചൂടാണ്, സൂക്ഷിച്ചുകൂടി. മോനെ നീയോ? ഓ നന്നായി. നിങ്ങൾക്കെങ്കിലും എന്നെ ഓർമ്മയുണ്ടല്ലോ. ഒരുപാട് വർഷങ്ങളായില്ലേ. ഈ നാട്ടുകാരെ പോലെ നിങ്ങളും എന്നെ മറന്നു കാണുമെന്ന് വിചാരിച്ചു. എടാ, നീ എന്റെ ചോരയാണ്. നിന്റെ നേരിൽ കാണുമ്പോ എന്റെ അനിയനാന്ന് ഞാൻ പറയും. ഭവാനി, ഇത് നിന്റെ ചിറ്റപ്പനാ മോളെ. നമസ്കാരം. ചെറിയ പ്രായത്തില് കാണാതെ പോയതാ. കാണാതെ പോയെന്ന് വെറുതെ പറയുന്നതാ. ഞാൻ ദേഷ്യം കൊണ്ട് ഓടിപ്പോയതാ. എടാ,
അന്ന് നടന്നത് എനിക്ക് നല്ലതുപോലെ ഓർമ്മയുണ്ട്. എന്താടാ അവൻ തനിയെ വാടാ പോയി നോക്കാം. എന്താടാ നീ തനിയെ നിക്കുന്നേ? വാടാ പമ്പരം കളിക്കാം. ഞാൻ വരുന്നില്ല. എന്താടാ? ഞാൻ മുണ്ടയുടെ അടുത്ത് പോവാ. മുണ്ട ആരാടാ? മുണ്ട എന്റെ ദൈവമാണ്. ഞാൻ എന്ത് ചോദിച്ചാലും തരും. നല്ല പമ്പരം ചോദിച്ചു തരുവോടാ? അങ്ങനെയാണെങ്കിൽ ഞങ്ങളെയും മുണ്ടയുടെ അടുത്ത് കൊണ്ടുപോവോ? വാ പോകാം. ഞാൻ പറയുന്നത് വരെ ആരും കണ്ണു തുറക്കരുത്. ഞാൻ എല്ലാവരെയും മുണ്ടയുടെ അടുത്ത് കൊണ്ടുപോവാ. ആരാ മുണ്ട ചോദിച്ചില്ലേ? പറയടാ, ആരാ മുണ്ട? തന്റെ മോൻ ചെയ്യുന്ന വലിയ തെറ്റാടോ. ആഗോരികളുടെ കൂടെ ചെറുക്കൻ കറങ്ങി നടക്കുന്നൊക്കെ. പള്ളിക്കൂടത്തിലും പോവാറില്ല, പഠിക്കാറുമില്ല. അവനെ വിളിച്ച് കാര്യം പറയാൻ നോക്കുതാൻ. ചേട്ടാ ദുര്യ അവിടെ കെട്ടിയിട്ടേക്കോ ചേട്ടാ. സത്യം പറഞ്ഞത്, ദുര്യ അവിടെ കെട്ടിയിട്ടേക്കോ ചേട്ടാ. എന്റെ അടുത്ത് കളി എടുക്കുന്നോ? നിനക്ക് എന്റെ വീട്ടിൽ ഇനി സ്ഥാനമില്ലടാ. എങ്ങോട്ടെങ്കിലും പോടാ. എനിക്ക് ആരും വേണ്ട. ഞാൻ മുണ്ടയുടെ അടുത്ത് പോവാ. അനിയാടോ പോലടോ. എടാ ദുരിയ, നിനക്ക് ഇത്രയും നാളൊക്കെ ആയിട്ട് സമ്പാദ്യം വലുതൊക്കെ ഉണ്ടോടാ? അത് ചോദിക്കാനാ ഞാൻ വന്നത്. ഇത്രയും സ്വത്തൊക്കെ കയ്യിലില്ലേ? 4-5 കുട്ടികളെ വളർത്താമല്ലോ. എടാ ചേച്ചി, രണ്ടാമത്തെ പ്രസവത്തിന് ആശുപത്രി പോകുമ്പോഴേ എന്റെ കൺമുന്നിൽ വെച്ചാടാ അവള് മരിച്ചത്. അപ്പൊ എനിക്ക് ജീവിതം തന്നെ വെറുത്തുപോയി. ഓ, രണ്ടാമത്തെ പ്രസവത്തിൽ മരിച്ചുപോയല്ലേ? അതെടാ. ചേട്ടേ, പണം ഒരുപാട് ഇടുന്നുണ്ടല്ലോ. ഒരു 5 താട്ടേന്നേ. ഒരു 4 താട്ടേന്നേ. പറ്റൂല, ഒന്നേ ഉള്ളൂ. അയ്യോ, 2 താട്ടെ. ഇല്ല, ഒന്നേ ഉള്ളൂ. ശരി താട്ടെ, ഞാൻ പോട്ടെ. അതെ, ഞാൻ ചോദിച്ചത് 1 ലക്ഷം അല്ലാതെ ഈ 100 രൂപയല്ല. എന്ത് 1 ലക്ഷം? എടാ മന്ദബുദ്ധി, ഇത് വെറും കല്ലാന്ന് വിചാരിച്ചോ നീ? ഇത് മാണിക്കക്കല്ല, മാണിക്കക്കല്ല്. ഈ കല്ലിന് ഇത് തന്നെ കൂടുതൽ എനിക്ക് പോടോ. പോടാ. മാണിക്യം, വിഷം പുറത്ത് കക്കരുത്. നാഗത്തിന്റെ വായിൽ വളരുന്ന വിലമതിക്കാനാവാത്ത ഒന്നാണ് ഈ മാണിക്യം. വിവരമില്ലാത്തവന്മാരുടെ കണ്ണില് ഇത് വെറും കല്ലാണ്. പാട്ടാ പേപ്പർ വിൽക്കുന്നവന്മാരുടെ അടുത്ത് ഇത് വിൽക്കാൻ ചെന്നത് നിന്റെ തെറ്റാണ്. നിനക്കറിയാം ഇത്, പക്ഷെ നിന്റെ കയ്യിൽ കാശില്ലല്ലോ. അവനറിയില്ല, പക്ഷെ അവന്റെ ഇഷ്ടം പോലെ കാശുണ്ട്. കല്ലുള്ള എനിക്ക് കാശ് വാങ്ങാൻ വിധിയില്ല. എന്റെ കല്ലും കണ്ടു താട്ടെ. എടുത്തോളൂ. അയ്യോ, എന്റെ കല്ല്. താൻ മന്ത്രവാദിയാണോടോ? അതെ. ഈ കല്ല് വേണോ കാശ് വേണോ? എന്ത് ചോദ്യമായത്? കല്ല് കൊണ്ടുനടക്കുന്നത് കാശിന് വേണ്ടി തന്നെയല്ലേ? എത്ര വേണം? തന്റെ കയ്യിൽ എത്ര ഉണ്ട്? നിനക്ക് എത്ര വേണമെന്ന് പറയേ. എനിക്ക് 10 കോടി വേണം. തന്റെ ഉണ്ടോ? ആദ്യം കണ്ണൂർ നിന്ന് അമ്മോ, 10 കോടി. ഞാൻ ആഗ്രഹിച്ച 10 കോടി. എടോ, താൻ എന്തൊക്കെ മന്ത്രവാദമാണോ ഈ കാണിക്കുന്നത്? കാണാതെ പോയത് നിന്റെ കയ്യിൽ കിട്ടണമെങ്കിൽ നിന്നെ എനിക്ക് കിട്ടണം. നാഗത്തിന് പോലും അറിയാതെ മാണിക്ക് എടുത്ത നീ അറിയാതെ ഞാൻ പറയുന്നത് എടുക്കണം. എടുക്കുവോ? കാർത്തിക, തുലാം രാശി, വിശാഖ നക്ഷത്രം, ദൈവാംശമുള്ള ജാതകം. കുഞ്ഞിനെ നല്ലോണം നോക്കിക്കൊള്ളേ മോളെ. ശരി അമ്മേ. ദാ കൊച്ചിനെ. നീ ഒന്ന് വേഗം പോയി നോക്ക്. ഞാൻ ആരെങ്കിലും വരണ്ടോ നോക്കാം. എന്താടി, കൊച്ചിനെടുക്കാൻ പറ്റുമോ? ഇവിടെ ചുറ്റും ആളുണ്ട്. കുഞ്ഞിനെ എങ്ങനെ എടുക്കും? പിടിക്കപ്പെട്ട എല്ലാരും കൂടെ നമ്മളെ കത്തിച്ചു കളയും. നല്ല കാര്യം. ഏയ്, എവിടെ പോവാ? നിക്ക്, ഞാനും വരട്ടെ.